السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. ഏറ്റവും പ്രിയം നിറഞ്ഞ വിജ്ഞാന വിരുന്നിലെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ നല്ലവണ്ണം പഠിക്കാനും പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളോട് ദുആ വസിയത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ ഹാസിലാക്കി കൊടുക്കട്ടെ. കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കുറച്ച് നാളുകളായി ഖുർആനിക ചർച്ചകളൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ നടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൻ നസ്റാണ്. സൂറത്തു തൗദീഅ് എന്നും അതിന് പേരുണ്ട്. അപ്പൊ അതിന്റെ ആയത്തുകൾ 3 ആയത്തേ ഉള്ളൂ. ചുരുങ്ങിയ നിലക്ക് ഒന്ന് വിശദീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനാകുന്ന പരിശുദ്ധമായ ഇസ്ലാമിനെ മറ്റു മതങ്ങളുടെ മേൽ വിജയിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിന്റെ പ്രബോധന ദൗത്യം നൽകിക്കൊണ്ട് അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. അത് നിറവേറ്റുവാനായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവും പകലും വിശ്രമമില്ലാതെ അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തി. അവർണ്ണനീയമായ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചു. ഇത് 1-2 കൊല്ലങ്ങൾ കൊണ്ടല്ല, നീണ്ട 20 പരം വർഷങ്ങൾ കൊണ്ടായിരുന്നു ഇത് തുറന്നുകൊണ്ടേയിരുന്നു. അവസാനം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശ്രമങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് പരിപൂർണ വിജയം നേടി. അനേകം അറബി ഗോത്രങ്ങൾ ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം നാട്ടുകാരുടെ നിലപാട് കാത്തിരിക്കുകയായിരുന്നു. അറബി ഗോത്രങ്ങൾ പലരും ഇസ്ലാമിലേക്ക് വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം നാട്ടുകാരുടെ നിലപാട് എന്ത് എന്നതിലേക്കായിരുന്നു. എന്നാൽ അത്ഭുതകരമാം വിധം മക്ക വിജയം കൈവരിക്കുകയും അവിടെ അവശേഷിച്ചിരുന്നവർ ഇസ്ലാമിൽ പ്രവേശിക്കുകയും ചെയ്തു. തൗഹീദിന്റെ കേദാരമായിരുന്ന പരിശുദ്ധ കഅബയെ കുറേ കൊല്ലങ്ങളായി മുശ്രിക്കുകൾ ശിർക്കിന്റെ കേന്ദ്രമായി മാറ്റിയിരുന്നെങ്കിലും അത് വീണ്ടും തൗഹീദിന്റെ സങ്കേതമായി തീരുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് അറേബ്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടമായി മദീനയിലേക്ക് പ്രവഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് വിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതിനു മുമ്പ് ഒറ്റയും തെറ്റയുമായിട്ടായിരുന്നു ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിരുന്നത്. ഇസ്ലാമിന്റെ വിജയക്കൊടി അറേബ്യയിൽ ആകമാനം പാറിപ്പറരാൻ തുടങ്ങി. അതിങ്ങനെ പാറിപ്പറന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിര് നിൽക്കുവാൻ അവിടെയൊന്നും ഒരു വ്യക്തിയും ഇല്ലാതെയാകുന്ന ഒരു അവസരമുണ്ടായി. അയൽനാടുകളിൽ നിലവിലുണ്ടായിരുന്ന കുഫ്രിന്റെ സാമ്രാജ്യങ്ങളിലെ സാമ്രാട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഇസ്ലാമിക വിശദീകരണത്തിലൂടെ ആളുകൾ വന്നപ്പോ ആ നാട്ടുകാരൊക്കെ തങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് ഉറ്റുനോക്കുന്നവരായി മാറി. മറുനാടുകളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനും അതിന്റെ പതാക പാറിപ്പറപ്പിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതിയായ ശിക്ഷണവും പരിജ്ഞാനവും ലഭിച്ച പ്രഗത്ഭന്മാരായ സ്വഹാബി വൃന്ദങ്ങൾ അവിടത്തെ പ്രതിനിധീകരിക്കാൻ വളരെ വലിയ സജ്ജരായി.
ചുരുക്കത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് സൂചന നൽകുന്ന ഒരു ആയത്താണ്, ഒരു സൂറത്താണ് ഈ സൂറത്തുൻ നസ്ർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് സൂറത്തു തൗദീഅ് എന്ന് നമ്മൾ അതിന് പേര് പറഞ്ഞത്. ചുരുക്കത്തിൽ ഇഹത്തിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിക്കുകയും അവിടുത്തെ ദൗത്യം പൂർത്തിയാവുകയും ചെയ്തിരിക്കുകയാണ്. തന്നിമിത്തം അവിടുന്ന് അല്ലാഹു തആല ഏൽപ്പിച്ച എല്ലാ ജോലികളും ചെയ്തു തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി വർണ്ണാതീതമായ അളവറ്റ അനുഗ്രഹങ്ങൾ തന്റെ സന്നിധിയിൽ സജ്ജമാക്കി വെച്ച് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ അല്ലാഹു തആല നബിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അഥവാ ആ യാത്രക്ക് തയ്യാറെടുത്തുകൊള്ളുവാനുള്ള സൂചനയാണ് ഈ സൂറത്തിലൂടെ നൽകുന്നത്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ സൂചന അടങ്ങിയിട്ടുള്ളതായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ബുഖാരി ഇമാമിന്റെയും മുസ്ലിം ഇമാം റഹിമഹുമുള്ള രണ്ട് മഹാന്മാരുടെയും ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ അധ്യായം അവതരിപ്പിച്ചപ്പോൾ ഖദ് നുഈതു ഇലാ നഫ്സി, എനിക്കെന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതായി ഇമാം അഹ്മദ് ബൈഹഖി റഹിമഹുമുള്ള രണ്ട് മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഈ സൂറത്തിന് തൗദീ എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്നത്. യാത്രയപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ആലോചിച്ചു നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, പരലോക യാത്രക്ക് മുമ്പായി അള്ളാഹു ഇതുവരെ ചെയ്തു തന്ന മികച്ച അനുഗ്രഹങ്ങൾക്കും നേട്ടങ്ങൾക്കും നന്ദിയായി അവന് സ്തുതികീർത്തനങ്ങൾ നടത്തണമെന്നും പൊറുക്കലിനെ തേടണമെന്നും ഇവിടെ ഉപദേശിച്ചിരിക്കുകയാണ്. ഈ ആയത്തിന്റെ ഈ സൂറത്തിന്റെ ആയത്തുകൾ നമ്മൾ ഓതി അർത്ഥം വെക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകന്മാരെല്ലാം പാപരഹിതരായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൊറുക്കലിനെ തേടാൻ പറഞ്ഞതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നബിയെ ജീവിതം, ദുനിയാവിലെ ജീവിതം അവസാനിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് നബിയെ നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോളൂ എന്ന് ഈ സൂറത്തിലൂടെ അല്ലാഹു തആല പറയുമ്പോൾ അത് നബിയിൽ ധാരാളം തെറ്റ് വന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ച് ഇതിന്റെ മുമ്പ് പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങൾ നന്മയായി കരുതുന്ന ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവർ തിന്മയായി കരുതിയേക്കാം. അതിനെക്കുറിച്ചും അവർ പൊറുക്കലിനെ തേടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് വേണ്ടി പൊറുക്കലിനെ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദ് എടുത്തു നോക്കിയാൽ അതിന്റെ 19-ാമത്തെ ആയത്ത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. അല്ലാഹു അങ്ങനെ അവിടെ പറയുന്നുണ്ടല്ലോ, ഫഅലം അറിയുക നബിയേ, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ഒഴികെ ഒരു ആരാധ്യനും ഇല്ലെന്ന് മനസ്സിലാക്കുക, അറിയണേ. വസ്തഗ്ഫിർ ലിദംബിക വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് സ്വന്തം പാപമോചനത്തിന് വേണ്ടിയും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും അല്ലാഹു നിങ്ങളുടെ ചലനവും മടക്കവും അറിയുന്നുണ്ട് ട്ടോ. ഇത് സൂറത്ത് മുഹമ്മദിന്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വന്തം പൊറുക്കലിനെ തേടിക്കോളൂ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കോളൂ, മുഅ്മിനാത്തുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കോളൂ. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടവരല്ല. സമുദായത്തിന് മാതൃകയായിരിക്കലും അതിലുണ്ടല്ലോ. നബി ചൊല്ലുമ്പോ അത് സമൂഹവും ചൊല്ലണം എന്ന ഒരു പ്രേരണ കിട്ടുകയാണ്. പാപരഹിതമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് പൊറുക്കലിനെ തേടുന്നുവെങ്കിൽ മറ്റുള്ളവരായ നമ്മൾ ചെയ്യണം എന്നതിൽ ഒരു സംശയം പറയേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ കാലത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് അധികം പറയാറുണ്ടായിരുന്നുവെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേറെയും പല ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലേക്ക് സൂചന നൽകുന്നതും ആ സമയത്ത് നബിയെ നിങ്ങൾ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കോളൂ, അല്ലാഹുവിനെ ഹംദ് ചൊല്ലിക്കോളൂ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ എന്ന് അല്ലാഹു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അല്ലാഹുവിന്റെ സഹായവും വിജയവും നിങ്ങൾക്ക് വന്നതിനാൽ വറഅയ്ത الناس يدخلون في دين الله أفواجا മാത്രമല്ല അല്ലാഹുവിന്റെ മതത്തിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുകയും ചെയ്യുന്നതായി നിങ്ങൾ കണ്ടതിനാലും
അള്ളാഹുവിന്റെ സഹായവും വിജയവും നിങ്ങൾക്ക് വന്നതിനാലും ജനങ്ങൾ ആ മതത്തിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്നത് നിങ്ങൾ കണ്ടതിനാലും ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബാ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിനെ ഹംദ് ചൊല്ലലോടുകൂടെ അവിടുത്തെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തിക്കോളൂ. വസ്തഗ്ഫിറുഹു, അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക നബിയെ. ഇന്നഹു കാന തവ്വാബ, നിശ്ചയമായും അവൻ വളരെ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തസ്ബീഹ് ചൊല്ലാനും തഹ്മീദ് ചൊല്ലാനും ഇസ്തിഗ്ഫാർ ചൊല്ലാനും ഒക്കെ പറഞ്ഞത്. എന്തിനാണ്? വലിയ വിജയവും സഹായവും അതുപോലെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് നിങ്ങളെ കണ്ണുകൊണ്ട് കൂട്ടം കൂട്ടമായി വരുന്നത് നിങ്ങളെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യില്ലേ? അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടിക്കോളൂ, തസ്ബീഹ് ചൊല്ലിക്കോളൂ, ഹംദ് ചൊല്ലിക്കോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.